മിസ്റ്റർ ജി ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2.1 സൗണ്ട് ബാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൗണ്ട് ബാർ പണിയാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സൗണ്ട് ബാർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് ബാറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. മെഷർമെൻറ്റ് ഇങ്ങനെയാണ്. 25 ഇഞ്ച് നീളമാണ് വരുന്നത്. ഹൈറ്റ് ഒരു 3 ഇഞ്ച്. 3 ഇഞ്ച് ചിലപ്പോൾ നമ്മൾ വെക്കത്തില്ല, കാരണം ടി വിയുടെ ഒരു വിസിബിലിറ്റി നമുക്ക് മറിയാം. അതുകൊണ്ട് 3 ഇഞ്ച് വെക്കാൻ സാധ്യത കുറവാണ്. അത്യാവശ്യം ഒരു 2.25 ഇഞ്ചോളം നമ്മൾ വെക്കുള്ളൂ. പിന്നെ ഒരു 4 ഇഞ്ച് ബാക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, കാരണം ഈ ട്രാൻസ്ഫോമറൊക്കെ ഇരിക്കാൻ അത്യാവശ്യം സ്ഥലം വേണം. നമ്മൾ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ബോർഡും ട്രാൻസ്ഫോമറും വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇതിൽ വെക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആ ഒരു ബാറിൽ നമ്മൾ 4 സ്പീക്കർ കൊടുക്കുന്നുണ്ട് വോക്കലിന് വേണ്ടിയിട്ട്. ഒരു ഓവൽ ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പ് സ്പീക്കറാണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റൗണ്ട് ഷേപ്പ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇതൊരു ടി വിയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്പീക്കറാണ്. അത്യാവശ്യം നല്ലൊരു വോക്കൽ വരുന്നൊരു സ്പീക്കറാണ്. പഴയ ടി വിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മിഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഹൈ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ 2 സൈഡായിട്ട് വെക്കും. ഇത് പെയർ ചെയ്യുന്നത് നമ്മുടെ ഈ സ്പീക്കറിലാണ്. ഇതും വോക്കൽ ഹാൻഡിൽ ചെയ്യുന്നൊരു സ്പീക്കറാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറാണ്. അത്യാവശ്യം സൗണ്ട് ഉണ്ടോ, അധികം സൗണ്ടില്ല. കൂടുതൽ സൗണ്ട് നമുക്ക് ഇതിനകത്തായിരിക്കും വരുന്നത്, അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ 2.1 ബോർഡ്. അധികം പവറൊന്നുമില്ല, TD 7030 വെച്ചിട്ടുള്ളൊരു ബോർഡാണ്. 2 ചാനലും ഒരു സബ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വയറിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റായിട്ട് നമുക്ക് ഈ സബിനും ഈ സൈഡ് ചാനലിനും കണക്ഷൻ എടുക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. ട്രാൻസ്ഫോമർ ഇതാണ്, 12 വോൾട്ട് 3 ആംപിയർ. ഇതൊരു ഹോം തിയേറ്ററിന് തന്നെ ട്രാൻസ്ഫോമറാണ്. പിന്നെ നമ്മൾ സൈഡ് ചാനലിൽ നമുക്ക് ബേസ് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു BT ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ് കൊടുക്കാനായിട്ട് ബാറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഇത് USB മൊഡ്യൂൾ വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നില്ല, ബാക്കിലായിരിക്കും നമ്മൾ വെക്കുന്നത്. ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ളതാണ്. ഫ്രണ്ടിൽ ആ ഒരു ലുക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ബാക്കിലായിരിക്കും വെക്കുന്നത്. USB ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഡയറക്റ്റ് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്സ് ബാക്കിൽ വരുന്ന രീതിയിൽ, ഈ ഒരു ഓക്സ് ബാക്കിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ വെക്കുന്നത്. ബ്ലൂടൂത്ത് നമ്മളധികം യൂസ് ചെയ്യുമെങ്കിൽ മോഡ് മാറ്റിയാൽ മതിയല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇത് കണക്റ്റിംഗ് വയേഴ്സാണ്. പിന്നെ നമ്മൾ റിബൺ വയർ യൂസ് ചെയ്യുന്നുണ്ട്. റിബൺ വയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ്. പിന്നെ ഇത് വോളിയം കൺട്രോൾസും നോബും. അത്യാവശ്യം നല്ല ഒരു നോബാണ് നമുക്ക് കിട്ടിയത്. മെറ്റൽ ഫിനിഷുള്ള നോബ് ഇടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ഒരു ടൈപ്പ് നോബായിരിക്കും നമ്മൾ ഇടുന്നത്. ഇത്രയാണ് കമ്പോണൻസിന്. നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോകാം. അതൊക്കെ നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് പോകാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോം ബോർഡാണ്. ഈ ടൈപ്പ് ഫോം ബോർഡിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ബാറ് മാത്രം, സബ് നമ്മൾ പ്രത്യേകം പെട്ടിയിലായിരിക്കും വെക്കുന്നത്.
അപ്പോൾ നമ്മൾ കണക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ രീതിയിൽ ഫിനിഷിങ്ങിൻ്റെ ഒരു പോരായ്മ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് വേണ്ടിയുള്ള 5 വോൾട്ട് നമ്മൾ ഈ ഒരു ബോർഡിനകത്ത് തന്നെ നമ്മളൊരു റെഗുലേറ്റർ ഐസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തൊരു ബോർഡാണ്, വേറൊരു ആക്സിഡൻറ്റ് വെച്ചിരുന്നായിരുന്നു. തൽക്കാലം നമ്മളിതിലേക്കും എടുത്തു. ഇതിനകത്തൊരു പ്രത്യേകം നമ്മൾ സബിനും അതുപോലെ നമ്മുടെ ഈ സൈഡ് ചാനൽസിനും സെപ്പറേറ്റ് വോളിയം കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ വോയിസ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ഇടി വേണമെങ്കിൽ നല്ല ഇടി വെക്കാം. സബ് ഒട്ടും വേണ്ടെങ്കിൽ അത് കുറച്ച് വെച്ചിട്ട് മീൻസ് അതിനൊരു ലെവൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓഡിയോ സെക്ഷൻ നമ്മൾ ആക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു ബോർഡിനകത്ത്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ നമ്മളൊരു BT ബോർഡ് ഈ ഒരു സൈഡ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രിബിൾ കൂട്ടാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ട്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ട്രിബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ സിനിമയൊക്കെ കാണുമ്പോൾ നല്ലൊരു ട്രിബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു BT ബോർഡ് ആഡ് ചെയ്തത്. പിന്നെ ഒരു മിഡ് ബാസ് കൂടി കിട്ടാനുണ്ട്. അത് ഒട്ടും ബേസ് ഇല്ലാത്ത രീതിയിൽ വോക്കൽ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടത്തില്ല. അതിൻ്റെ കുറച്ച് ബേസ് സ്പീക്കറാണ്, അധികം ബേസ് വരത്തില്ലെങ്കിൽ പോലും ഒരു മിഡ് ബാസ് കയറി വന്നെങ്കിൽ നമുക്കൊരു സുഖമുള്ളൂ സിനിമയൊക്കെ കാണുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു ഇതിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സബിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സബിൻ്റെ ബോക്സ് വാങ്ങിച്ചു. 8 ഇഞ്ച് സബ്ബാണ് നമ്മൾ വെക്കുന്നത്. പഴയ സബ്ബാണ്. നമ്മളത് തുണി ബ്ലാക്ക് കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ മറയ്ക്കുന്നുണ്ട്. വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അസംബ്ലി ചെയ്യുകയാണ്. നമ്മൾ സബിന് പ്രത്യേകം സോക്കറ്റ് ഇടുന്നുണ്ട്. നമ്മുടെ USB മൊഡ്യൂൾ ബാക്കിലായിരിക്കും നമ്മൾ വെക്കുന്നത്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയറിംഗ് കാര്യങ്ങളെല്ലാം ബാക്കിലിരിക്കും. ഇതെല്ലാം നമ്മൾ ബോർഡും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിനകത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഈ ഒരു സബിൻ്റെ ബോക്സിനകത്ത് ഒരു വോളിയം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ബാക്കി ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം കാണാം. സ്കിപ്പ് ചെയ്ത് കളയാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ അല്പം പൊക്കിയാണ് വെച്ചിരിക്കുന്നത്, ഒരു ബുഷ് ഇട്ടിട്ട് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഹീറ്റ് വരാതിരിക്കും. അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട് ഈ ഒരു ബോർഡ്. ഈ ഒരു ഹീറ്റ് സിങ്ക് പോരാ ഈ ഒരു ബോർഡിന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹീറ്റ് സിങ്ക് ആയിരുന്നു വേണ്ടത്. പിന്നെ നമ്മളൊരു കൂളിംഗ് ഫാൻ ഇടാനായിട്ട് നോക്കി, പക്ഷേ ഇതിനകത്ത് ഭയങ്കര നോയ്സ്, ഫാനിന് ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൂളിംഗ് ഫാൻ, ചെറിയൊരു കൂളിംഗ് ഫാൻ നമ്മൾ മാറ്റിയത്. നമുക്ക് നോക്കാം എത്രത്തോളം ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഫാൻ ഇടേണ്ടി വരും. ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ ഹിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറിംഗ് എല്ലാം ചെയ്ത് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ബാക്ക് പാനൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് പാനൽ. ഇവിടെയാണ് നമ്മൾ USB പാനൽ കൊടുത്തിരിക്കുന്നത്, സബിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. AC കോഡ്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നത്. പിന്നെ നമ്മളിത് സ്ക്രൂ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ, നമ്മുടെ സബ് വൂഫർ. ഇത് ബോക്സ് നമുക്ക് ഒരു 500 രൂപയ്ക്ക് 550 രൂപ ആ ഒരു റേഞ്ചിൽ, 520 രൂപ റേഞ്ചിൽ നമുക്ക് ഈ ഒരു ബോക്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൽ നമ്മൾ 8 ഇഞ്ച് വൂഫർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തുണി, ഒരു ബ്ലാക്ക് കോട്ടൺ വെച്ച് നമ്മളത് മറച്ചിട്ടുണ്ട്. ആ ഒരു പൈപ്പിൻ്റെ ഭാഗത്തും ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നന്നായേനെ. എൻ്റെ ഇപ്പം കറൻ്റ് നമ്മുടെ കയ്യിൽ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അടിക്കാത്തത്. അത് നമ്മൾ വാങ്ങിച്ചത് അടിക്കും. നമ്മുടെ സൗണ്ട് ബാർ അതിന് അത്ര ഫിനിഷിങ് ആയിട്ടില്ല, അത്ര സാറ്റിസ്ഫൈഡ് അല്ല അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള ടൈപ്പാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ധൃതി പിടിച്ച് ചെയ്തതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ദൂരെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അത്ര വൃത്തിയിൽ അറിയത്തില്ല. പിന്നെ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ USB പാനൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ TV-യിലേക്ക് ഓക്സ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് വെച്ചത്, ഫ്രണ്ടിൽ കാണിക്കാനത്. ഇവിടെ നമ്മൾ സബിൻ്റെത്, പിന്നെ നമ്മുടെ പവർ ഓൺ ഓഫ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പീക്കറിന് സോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള ചാനൽ 2.1 ആക്ച്വലി വേണമെങ്കിൽ എക്സ്ട്രാ സ്പീക്കർ എടുക്കാനുള്ള ഒരു സോക്കറ്റ് ഇടാമായിരുന്നു. ഞാൻ ഇട്ടില്ല, ചിലപ്പോൾ ഞാൻ ഭാവിയിലിടും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക്. ജസ്റ്റ് ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. TV ചാനൽ താഴെ ആയിരിക്കും നമ്മൾ വെക്കുന്നതുകൊണ്ട് അധികം ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും നമ്മളിത് വെക്കുന്നത് തന്നെ.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, കുറച്ചുകൂടി ഫിനിഷിംഗ് ഒക്കെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. സബ്ബ് നമ്മൾ സാധാ സബ്ബാണ് വെച്ചിരിക്കുന്നത്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. എന്നാലും നമ്മളിതൊന്ന് കണക്ട് ചെയ്തിട്ട് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെയാണ് ഒതുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നമ്മുടെ ടി വിയുടെ ഒരു വിസിബിലിറ്റി കുറയുന്നത് കൊണ്ട് നമ്മളിതെടുത്ത് താഴെ വെക്കാൻ ചാൻസ് ഉണ്ട്. സബ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ഉണ്ട്. നമുക്ക് കോപ്പറേറ്റ് കാരണം നമുക്ക് ഇത് തൽക്കാലം പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. തൽക്കാലം നമുക്കൊരു NCS നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. ജസ്റ്റ് ഒരു ഹെഡ്ഫോൺ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് നിന്ന് വരുന്ന വോക്കലാണ്. ആ ടി വിയിലെ സ്പീക്കർ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ, ഈ ചെറിയ റൗണ്ട് സ്പീക്കർ ടി വിയുടെ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വോക്കലാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. പാട്ടൊക്കെ കേൾക്കാനായാലും സിനിമ കാണാനായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സബ്ബും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്, പക്ഷേ അധികം ബേസ് കൂട്ടുമ്പോൾ നമുക്ക് പതർച്ച വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം. നമ്മളതെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. സംഭവം അവിടെ ഒതുങ്ങിയിരുന്നുള്ളൂ, അതിനുവേണ്ടി നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. നല്ലൊരു വോക്കൽ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലൊരു ഇടിയും നമ്മൾ ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സൗണ്ട് ബാറിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ വോളിയം, മിഡ് ബാസ്, ട്രിബിള്, സബിൻ്റെ വോളിയം കൺട്രോൾ, ഇങ്ങനെയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൗണ്ടിനായിട്ട് നമുക്ക് 2 സ്പീക്കർ, മൊത്തം 4 സ്പീക്കർ വരുന്നുണ്ട്, സബ്ബും വരുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സൗണ്ട് ബാറിൻ്റെ, ഹോം മെയ്ഡ് സൗണ്ട് ബാറിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ, അതുപോലെ റിവ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഒരു ഫാൻ ആഡ് ചെയ്യുന്നതിനെ പറ്റിയും പിന്നെ ഒരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയും എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇതിനകത്ത്, എത്രത്തോളം നമുക്ക് ഇതിനകത്ത് ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇതുവരെ ഏകദേശം എനിക്ക് ഒരു 1/4 മണിക്കൂറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 1/4 മണിക്കൂർ യൂസ് ചെയ്തിട്ട് അധികം ഹീറ്റും കാര്യങ്ങളൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കൂളിംഗ് ഫാൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.